ഇവൻ തന്റെ ജോലി കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴുണ്ട് വീടിനുള്ളിൽ അവന്റെ ഭാര്യ മരിച്ചു കിടക്കുന്നു. അവളെ കണ്ടയുടനെ പേടിച്ച് അവളുടെ അടുത്ത് പോയി കരഞ്ഞുകൊണ്ട് എമർജൻസി സർവീസിലേക്ക് കോൾ ചെയ്യാൻ ഫോൺ എടുക്കാണ്. എന്നാൽ അതിനു മുൻപ് തന്നെ അവന്റെ ഭാര്യ എഴുന്നേറ്റ് അവന്റെ കാല് പിടിക്കുകയാണ്. അവൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കിയപ്പോഴുണ്ട് അവൾ എഴുന്നേറ്റ് നിൽക്കുന്നു. ഒന്ന് നല്ലോണം പേടിച്ചെങ്കിലും അവൾ പ്രാങ്ക് ചെയ്തതായിരുന്നു. അടുത്ത ദിവസം അവൻ ജോലി കഴിഞ്ഞ് അതുപോലെ വീട്ടിലെത്തി. വാതിൽ തുറന്നപ്പോഴുണ്ട് അവന്റെ ഭാര്യയുടെ തല മുതലയുടെ വായ്ക്കകത്ത്. എന്നാൽ ഇത്തവണ അവൻ ഭയപ്പെട്ടില്ല. അവൾ വീണ്ടും പ്രാങ്ക് ചെയ്യാണെന്ന് അവന് മനസ്സിലായി. അങ്ങനെ അവളെ അവൻ വലിച്ചു പുറത്തെടുത്തു. എന്നിട്ട് മുതലയുടെ വില കണ്ടിട്ട് അവൻ ഷോക്കാവാണ്. അത്രയും വിലയുണ്ടായിരുന്നു അതിന്. ഓരോ ദിവസം ജോലി കഴിഞ്ഞ് വരുമ്പോഴും ഓരോ തരത്തിലുള്ള പ്രാങ്കുകൾ ചെയ്ത് അവനെ അവൾ കാത്തിരുന്നു. അങ്ങനെ ഒരു ദിവസം അവൻ വന്നപ്പോൾ അവളുടെ തലയിൽ അമ്പ് കേറിയ പോലെ നിൽക്കുന്നു. എന്നാൽ അതും ഫേക്ക് ആയിരുന്നു. എത്ര പറഞ്ഞിട്ടും അവൾ അങ്ങനെ ചെയ്യുന്നത് നിർത്തിയില്ല. അങ്ങനെ ഓഫീസിലുള്ള തന്റെ സുഹൃത്തിനോട് ആ കാര്യം അവൻ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അവനും തന്നെ പറയാണ്, നീ അവളുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണമെന്ന്. അവൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയാണ്. അങ്ങനെ അവനും അവളെ ശരിയാക്കാൻ പുറത്തേക്ക് കൊണ്ടുപോയി ഒരുപാട് സമയം അവളുടെ കൂടെ ചെലവഴിച്ചു. അതിനുശേഷം ഇനിയൊരു പ്രോബ്ലം ഉണ്ടാകില്ല എന്ന് കരുതി നിൽക്കാണ്. അങ്ങനെ ഒരു ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴുണ്ട് അവൾ ഒരു മമ്മിയെ പോലെ വേഷം മാറി നിൽക്കുന്നു.